അതിർത്തി വനപ്രദേശത്തോട് ചേർന്നുള്ള ചക്കുപള്ളം വലിയപാറ മേഖലയിലെ കടുവാ ഭീതി അകറ്റുവാൻ വനംവകുപ്പ് ക്രിയാത്മകമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിച്ചിട്ടും കൂട് സ്ഥാപിക്കാൻ നടപടിയില്ലാത്തത് ഏറെ ആശങ്കാജനകമാണെന്ന് ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയപാറയിലെ വനമേഖലയോട് ചേർന്നുള്ള സ്വകാര്യ കൃഷിയിടത്തിൽ മ്ലാവിനെ കൊന്നു ഭക്ഷിച്ചത് കടുവയാണെന്ന് വനംവകുപ്പിന്റെ ക്യാമറ നിരീക്ഷണത്തിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഇതിനുശേഷം കടുവയെ കൂട്ടിലാക്കി ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇത് പ്രദേശത്തെ ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുള്ളതായും ജനവാസ മേഖലയിലേക്ക് കടുവയും കാട്ടുപോത്തും അടക്കമുള്ള വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്ത് സ്ഥായിയായിട്ടുള്ള നടപടികളാണ് കാര്യത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളത് അറിയാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. സ്ഥായിയായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആനയുടെ ആക്രമണത്തിൽ 44 ആൾക്കാർ മരിച്ചു. അതുപോലെ തന്നെ മറ്റ് വന്യജീവികളുടെ ആക്രമണങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുവ കൂടി ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് കടുവയുടെ ഒരു സാന്നിധ്യം ആൾക്കാർ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയ ഒരു പ്രതിസന്ധി ഈ തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകാനായിട്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കൽ കടുവ വന്നുപോയി എന്ന് കരുതി ഇനിയും വരികയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ പറഞ്ഞ് കബളിപ്പിക്കുന്നതിനൊന്നും ഒരു അർത്ഥവുമില്ല. മൃഗാവശിഷ്ടം ഭക്ഷിച്ച ശേഷം കടുവ തിരികെ കാട് കയറുമെന്നും ജനവാസ മേഖലയിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. എന്നാൽ കാലങ്ങളായി അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിൽ എത്തി വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്ന വന്യജീവികളെ ഇവിടെ നിന്ന് തുരത്താനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനുമുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ വനം വകുപ്പ് തയ്യാറാകാത്തത് ഈ മേഖലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും VC വർഗീസ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, അണക്കര.